ഡോക്ടറെ, ഞങ്ങൾ തമ്മിൽ ഭയങ്കര സ്നേഹം തന്നെയാണ്. എനിക്ക് അവളെ ഭയങ്കര ജീവനാണ്. പക്ഷേ എൻ്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ എനിക്ക് ഉദ്ധാരണം തീരെയില്ല. അല്ലെങ്കിൽ ഭയങ്കര കുറവാണിപ്പം. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഗൾഫിൽ പോയി വന്നതിന് ശേഷം എനിക്ക് പേടിയാണ്. എനിക്ക് എൻ്റെ ഭാര്യേനെ തൃപ്തിപ്പെടുത്താൻ സാധിക്കൂലേ? അല്ലെങ്കിൽ അവൾ അത്രയും ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു സമയത്ത് അവൾക്ക് പറ്റില്ല, എനിക്ക് പറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവൾക്കുണ്ടാകുന്ന ഒരു നിരാശ എത്രത്തോളം ആയിരിക്കും എന്നുള്ളത്. പക്ഷെ പലപ്പോഴും ഇത്തരത്തിലുള്ള പരാജയങ്ങൾ അല്ലെങ്കിൽ ഇതിൽ ഒരു പരാജയം വരുന്നത് കൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും? അത് നേരെ അവരുടെ ആ ഒരു സെൽഫ് എസ്റ്റീമിനെ നേരെ തിരിച്ച് അത് വൈഫിന് മനസ്സിലാവാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ചൂടായിട്ടും അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിച്ചാലാണ് ഉദ്ധാരണക്കുറവ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ ടിപ്സ് ആണ് ഇതിൽ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഡോക്ടർ ഹിബ അബ്ദുൽ മജീദ്, ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. അപ്പൊ എന്തൊക്കെ കാരണം കൊണ്ടാണ് ഉദ്ധാരണക്കുറവ് ഉണ്ടാകുന്നത് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ പ്രധാന വില്ലൻ എന്ന് പറയുന്നത് തന്നെ എന്തെങ്കിലും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ മാനസിക രോഗമല്ല, പക്ഷെ അവർക്ക് എന്തെങ്കിലും സ്ട്രെസ്സുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വൈഫുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് നോർമൽ അല്ല, എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ട്, എന്തെങ്കിലും ഫൈറ്റ്സ് ഉണ്ട് അവർ തമ്മിൽ, എന്തെങ്കിലും വാക്ക് തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. പിന്നെ എന്ന് പറയുന്നത് അവർക്ക് വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് വർക്ക് ഫ്രം ഹോം ഉള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ വർക്കിലുള്ള സ്ട്രെസ്സും വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെയുള്ള പ്രശ്നങ്ങൾ സ്ഥിരമായിട്ട് കാണാറുണ്ട്. മറ്റൊരു വില്ലൻ എന്ന് പറയുന്നത് ഷുഗറാണ്, ഡയബറ്റിസ്. ഇങ്ങനെയുള്ള ആളുകൾക്ക് എന്താന്ന് വെച്ചാൽ അവരുടെ ആ ഒരു അവയവത്തിലേക്ക്, ലൈംഗിക അവയവത്തിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറയുകയും ഈ ഉദ്ധാരണം കുറയുകയും ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. മറ്റൊന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ യൂറിക് ആസിഡ്, അതേപോലെ ഹൈ കൊളസ്ട്രോൾ ഉള്ള ആളുകൾ, അത്തിറോസ്ക്ലിറോസിസ് എന്ന് പറയുന്ന, അതായത് ഞരമ്പുകളിലെല്ലാം ബ്ലോക്ക് ഉള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു അവയവം വർക്ക് ചെയ്യുന്നത് തന്നെ അങ്ങോട്ടേക്കുള്ള കറക്റ്റ് ആയിട്ടുള്ള ബ്ലഡ് ഫ്ലോ ഉണ്ടെങ്കിൽ മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ള ഉദ്ധാരണം ഉണ്ടാവുകയുള്ളൂ. ചില ആളുകൾ പറയാറുണ്ട്, ഡോക്ടറെ എനിക്ക് ചുങ്ങി പോവുകയാണ്, എനിക്ക് വലുതാവാൻ എന്തെങ്കിലും മരുന്ന് തരുമോ എന്നുള്ളത്. അത് ശരിക്കും പറഞ്ഞാൽ അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള ഉദ്ധാരണം ഇല്ലാത്തത് കൊണ്ടാണ് അവർക്ക് അങ്ങനെ ഒരു ഫീലിംഗ് വരുന്നത് തന്നെ. മറ്റൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് നിങ്ങൾ പുക വലിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ അതേപോലെ നിങ്ങൾ മദ്യപാനിയാണ് എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ്. അതേപോലെ നിങ്ങൾക്ക് ലോ ടെസ്റ്റോസ്ട്രോൺ ഉള്ള ഒരാളാണ്, കറക്റ്റായിട്ട് ഉറങ്ങുന്നില്ലാത്ത ഒരാളാണ്, അല്ലെങ്കിൽ നിങ്ങൾ വൈകി ഉറങ്ങുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. വൈകി ഉറങ്ങുന്ന ഒരാളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ടെസ്റ്റോസ്ട്രോൺ എന്ന് പറയുന്ന മെയിൽ ഹോർമോൺ കുറയാനുള്ള, അല്ലെങ്കിൽ ഉൽപ്പാദനത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലായതുകൊണ്ട് തന്നെ ആണ് ഈ ഉദ്ധാരണക്കുറവ് ഉണ്ടാകുന്നത്. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പൈനൽ ഇഞ്ചുറി നടന്നിട്ടുള്ള ഒരാളാണ്, നിങ്ങൾ എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റിൽ പെട്ടിട്ട് നിങ്ങൾക്ക് ഒരു ഇഞ്ചുറി വന്ന ഒരാളാണെന്നുണ്ടെങ്കിലും അങ്ങോട്ടേക്കുള്ള നാഡീനരമ്പുകൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെയുള്ള ഉദ്ധാരണക്കുറവ് ഉണ്ടാകാനുള്ള ചാൻസസും വളരെ കൂടുതലാണ്. അതേപോലെ നിങ്ങൾ അമിതവണ്ണമുള്ള ഒരാളാണെന്നുണ്ടെങ്കിലും ഈ ഉദ്ധാരണക്കുറവിനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇനി എന്തൊക്കെയാണ് ഉദ്ധാരണക്കുറവുള്ള ഒരാൾ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നിങ്ങൾക്ക് ഉദ്ധാരണക്കുറവ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിൽ ആദ്യം പറയാനുള്ളത് നമ്മളുടെ ഫാസ്റ്റ് ഫുഡ്സ് തന്നെയാണ്. പ്രത്യേകിച്ച് ഓയിലി ആയിട്ടുള്ള, ഗ്രീസി ആയിട്ടുള്ള, അമിതമായിട്ടുള്ള എണ്ണയിൽ പൊരിച്ച ഭക്ഷണങ്ങളാണ് നിങ്ങൾ സ്ഥിരമായിട്ട് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഹൈ കൊളസ്ട്രോൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ട്രൈഗ്ലിസറൈഡ്സ് ആയിട്ടുള്ള ഫാറ്റ്സ് ഒക്കെ നിങ്ങളുടെ ബോഡിയിൽ അവിടെ ഇവിടെയൊക്കെ തങ്ങി നിങ്ങളുടെ ബ്ലഡ് ഫ്ലോ കുറയ്ക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതേപോലെ നിങ്ങൾ ഹൈ ഷുഗറി ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഷുഗർ നമ്മളുടെ ശരീരത്തിൽ ആവശ്യത്തിലേറെ ആയാൽ അത് ഫാറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യുകയും സ്വാഭാവികമായിട്ടും നമ്മളുടെ നരമ്പുകളിലൂടെ അത് അവിടെ ഇവിടെയൊക്കെ കെട്ടിക്കിടക്കാനും ഈ രക്തയോട്ടം കുറയ്ക്കാനും ഒക്കെ അത് ചാൻസസ് വളരെ കൂടുതലാണ്. അതേപോലെ നിങ്ങൾ സ്ഥിരമായിട്ട് ഉപ്പ് കൂടുതലുള്ള ഭക്ഷണമാണ് കഴിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന നമ്മളെ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ലേസ്, അല്ലെങ്കിൽ അങ്ങനത്തെ പാക്കറ്റഡ് ആയിട്ടുള്ള ചിപ്സ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ BP കൂടാനും ഈ പറഞ്ഞ പോലെയുള്ള പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസസും വളരെ കൂടുതലാണ്. ഇനി ഇത്തരത്തിൽ പ്രശ്നമുള്ള ഒരാൾ എന്തൊക്കെയാണ് അപ്പോൾ കഴിക്കേണ്ടത് എന്ന ചോദ്യം വരും. അതിൽ മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് എന്ന് പറയുന്നത് വിറ്റാമിൻ B
3 റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക എന്നുള്ളതാണ്. അതേപോലെ വിറ്റാമിൻ ഡി നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഇപ്പം പഠനങ്ങളൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വിറ്റാമിൻ ഡി കൂടുതലായിട്ട്, അതായത് വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ള ഒരാളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ്റെ ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് തന്നെ ഒരുപക്ഷെ വിറ്റാമിൻ ഡിൻ്റെ കുറവായിരിക്കാം എന്നുള്ളതാണ്. അതേപോലെ വിറ്റാമിൻ B6 ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പഠനങ്ങൾ പറയുന്നുണ്ട്, ഇതൊക്കെ ഡയറക്റ്റ്ലി നമ്മളുടെ ഈ ഒരു സെക്സ് ഡ്രൈവിനെ കുറയ്ക്കാൻ, അതേപോലെ നമ്മൾക്ക് അങ്ങോട്ടേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറയ്ക്കാനൊക്കെ ഒരു കാരണമാണ് എന്നുള്ളത്. അതേപോലെ വിറ്റാമിൻ സി റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, നമ്മളുടെ സിട്രസ് ഫ്രൂട്ട്സ്, അതായത് നമ്മൾ ഓറഞ്ച്, ഗ്രേപ്പ് ഫ്രൂട്ട്, നാരങ്ങ, നമ്മളെ എന്താ പറയുക നെല്ലിക്ക, ഇതൊക്കെ വിറ്റാമിൻ സി റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ്. അതേപോലെ നിർബന്ധമായിട്ടും കഴിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ബെറീസ്, സ്ട്രോബെറി, മൾബെറി, ബ്ലൂബെറി ഒക്കെ വളരെ നല്ലതാണ്. പിന്നെ അതേപോലെ വിറ്റാമിൻ B9, അതായത് ഫോളേറ്റ് കുറവുള്ള ആളുകളിൽ പൊതുവെ ഈ പറഞ്ഞ ഉദാഹരണക്കുറവിന്റെ പ്രശ്നങ്ങൾ കണ്ടുവരാറുണ്ട് എന്നും പഠനങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ബീഫിന്റെ കരള്, അതേപോലെ ചിക്കൻ്റെ ബ്രസ്റ്റ്, അതേപോലെ അവക്കാഡോ, അതേപോലെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ പീസ്, ബീൻസ്, ഇതൊക്കെ ഈ വിറ്റാമിൻസ് ഇതിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നതാണ്. അതേപോലെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നല്ല ഗ്രീൻ ആയിട്ടുള്ള നല്ല പച്ചപ്പുള്ള ഇലക്കറികൾ നിങ്ങൾ കഴിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തിൽ സിങ്ക് എന്ന് പറയുന്ന കണ്ടന്റിന്റെ കുറവുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ടെസ്റ്റോസ്റ്ററോണിന്റെ കുറവ് അവിടെ ഭയങ്കരമായിട്ട് ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. സിങ്ക് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ എമൗണ്ടിൽ മതി, പക്ഷേ ആ ഒരു ചെറിയ എമൗണ്ട് നമ്മുടെ ശരീരത്തിൽ എത്തുന്നില്ല എന്നാണെങ്കിൽ ടെസ്റ്റോസ്റ്ററോണിന്റെ കുറവ് വരാനും നമ്മൾക്ക് ഉദ്ധാരണക്കുറവ് ഉണ്ടാകാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ്. അതുപോലെ അത്തിപ്പഴം വളരെ നല്ലതാണ്. അത് ദിവസം നിങ്ങൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലുള്ള ആന്റി ഓക്സിഡൻസ് നമ്മൾക്ക് ഒരു എനർജി ബൂസ്റ്ററാണ്, നമ്മൾക്കൊരു സ്റ്റാമിന ബൂസ്റ്ററാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയുള്ള ബ്ലഡ് ഫ്ലോ കൂട്ടാൻ അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫ്രൂട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഉദ്ധാരണക്കുറവിൻ്റെ ഇഷ്യൂസ് ഒക്കെ കുറയ്ക്കാൻ ഒരു പരിധിവരെ അത്തിപ്പഴം വളരെയേറെ ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെയാണ് പൊമിഗ്രാനറ്റ്, അല്ലെങ്കിൽ നമ്മുടെ മാതള നാരങ്ങ എന്ന് പറയും ചിലർ ഉറുമാമ്പഴം എന്നൊക്കെ പറയും. ഇതിലുള്ള ആൻറ്റി ഓക്സിഡൻസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഫ്രീ റാഡിക്കൽസിനെ കുറച്ച് നൈട്രിക് ഓക്സൈഡ് അവിടെ കൂട്ടും. ഈ നൈട്രിക് ഓക്സൈഡ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലുള്ള ബ്ലഡ് ഫ്ലോ കൂട്ടാൻ അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഉദ്ധാരണക്കുറവ് കുറയ്ക്കാൻ, അല്ലെങ്കിൽ ഉദ്ധാരണക്കുറവിൻ്റെ ഇഷ്യൂസ് ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അതൊരു പരിധി വരെ കുറയ്ക്കാൻ ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. വിറ്റാമിൻ B3 റിച്ച് ആയിട്ടുള്ളത് എന്ന് പറഞ്ഞു. അതിപ്പോൾ വിറ്റാമിൻ B3 കൊണ്ട് മറ്റു ഉപയോഗങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലുള്ള നമ്മളെ ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ ഉണ്ടാക്കാൻ, അതേപോലെ നമ്മളുടെ ശരീരത്തിലുള്ള ചീത്ത കൊളസ്ട്രോളിനെ, അതായത് LDLനെ, അതേപോലെ ട്രൈഗ്ലിസറൈഡ്സിനൊക്കെ അത് കുറയ്ക്കാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ നല്ല കൊളസ്ട്രോളായ HDLനൊക്കെ കൂട്ടാനും. അപ്പം ഈ ഒരു ഇത് കഴിക്കുമ്പോൾ വിറ്റാമിൻ B3 റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നമുക്ക് സ്വാഭാവികമായിട്ടും അവിടെയുള്ള ട്രൈഗ്ലിസറൈഡ്സും കൊളസ്ട്രോളൊക്കെ കുറയുമ്പോൾ നമ്മളെ ബ്ലഡ് ഫ്ലോ കൂടുകയും നമ്മൾക്ക് ഉദ്ധാരണക്കുറവ് കുറയുകയും ചെയ്യും. അതേപോലെ തന്നെയാണ് വിറ്റാമിൻ ഇ വളരെ നല്ലതാണ്. വിറ്റാമിൻ ഇ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലുള്ള ബ്ലഡ് ക്ലോട്ട്സ് കുറയ്ക്കാൻ ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടേക്കുള്ള ബ്ലഡ് ഫ്ലോ കൂട്ടാനും ഉദ്ധാരണക്കുറവ് കുറയ്ക്കാനും ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി ലോ ടെസ്റ്റോസ്റ്ററോൺ ആണെങ്കിൽ നമ്മൾക്ക് ഈ പറഞ്ഞ ഉദ്ധാരണക്കുറവ് ഉണ്ടാകും എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ നമ്മൾ ടെസ്റ്റോസ്റ്ററോൺ ഇനി മരുന്നൊക്കെ കുടിച്ച് കൂട്ടുകയാണ് എന്നുണ്ടെങ്കിൽ, അത് ഓവർ ആവുകയാണ് എന്നുണ്ടെങ്കിൽ, നമ്മുടെ ശരീരത്തിൽ ഹൈ ടെസ്റ്റോസ്റ്ററോൺ ലെവൽ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉദ്ധാരണക്കുറവ് വീണ്ടും വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതേപോലെ നിങ്ങൾക്ക് ലോ ലിബിഡോ, അതായത് താല്പര്യക്കുറവ് ഉണ്ടാവാനുള്ള ചാൻസസും, അതേപോലെ തന്നെ പ്രീമച്വർ ഇജാക്കുലേഷൻ, ശീഘ്രസ്ഖലനം ഉണ്ടാവാനുള്ള ചാൻസസും വളരെ കൂടുതലാണ്. പിന്നെ പ്രധാനമായിട്ട് പറയാനുള്ളത്, നിങ്ങൾ സ്ഥിരമായിട്ട് സ്വയംഭോഗം ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് ഉദ്ധാരണക്കുറവ് വരാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ്. സോ ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.